ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്നൊരു സഡൻ പ്ലാൻ ആയിരുന്നു, ഒരു മൂവി പ്ലാൻ. ആൻഡ് ദെൻ രാവിലെ തന്നെ ജസ്റ്റിൻ ഇങ്ങനെ ചോദിക്കണ്ടായിരുന്നു, നമുക്കിന്ന് ലേറ്റ് നൈറ്റ് ഒരു ഹൊറർ മൂവി പടം കാണാൻ പോയാലോ, ഒബ്സെഷൻ എന്ന് പറഞ്ഞൊരു അടിപൊളി മൂവി വന്നിട്ടുണ്ട്, ഭയങ്കര റിവ്യൂ ഒക്കെയാണ്, അപ്പോൾ നമുക്ക് പോയാലോ എന്നൊക്കെ. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഇല്ല ഞാൻ വരുന്നില്ല, എനിക്ക് വരുന്ന 2 ദിവസം ഓഫാണ്. എന്നിട്ട് പോലും ഞാൻ ഓർത്തു ഓക്കെ വന്നിട്ട് ഉറങ്ങാൻ, എനിക്കെന്തോ വയ്യാത്ത പോലെയൊക്കെ ആയിരുന്നു. പിന്നെ വീട്ടിൽ വന്ന ഉടനെ ഇവന്മാരെല്ലാവരും ഓഫായിരുന്നു, ഇവന്മാരെല്ലാവരും കൂടി പിന്നെ നിർബന്ധിച്ചു 2 ദിവസം ഓഫല്ലേ എന്നുള്ള കാര്യമൊക്കെ ഓർത്തപ്പോൾ ഓക്കെ ഞാൻ വിചാരിച്ചു എന്തിനാ വെറുതെ ഒറ്റയ്ക്ക് വീട്ടിലിരുന്നിട്ട് പോവാം. ഓക്കെ അങ്ങനെ എല്ലാവരും റെഡിയായി. പിന്നെ എല്ലാവർക്കും ഒരു ലേറ്റ് കമ്മിങ് ലേമി ഉള്ളതുകൊണ്ട് നമ്മൾ വിചാരിച്ചു നമ്മൾ ലേറ്റ് ആണോ, ഓടിപ്പടച്ചായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയ, പാർക്കൊക്കെ ചെയ്ത് ഓടി കയറുമ്പോഴേക്കും ഞങ്ങൾ വിചാരിച്ചു പടമൊക്കെ തുടങ്ങി എന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ ഇവിടെ മലയാളം ഫിലിംസ് കാണിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ പരസ്യം എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് മൂവി വന്നപ്പം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്ത് അകത്ത് കയറി. ആൻഡ് ദെൻ പടം സ്റ്റാർട്ടായി. പടം എനിക്കത്ര വർക്കായില്ല, എന്നാലും ഓക്കെ പടമായിരുന്നു. അപ്പം നമുക്ക് ജസ്റ്റിൻ്റെ റിവ്യൂ വെക്കാം. അതായത് ഈ സിനിമയാണെങ്കിൽ ഏതാണ്ട് 7 കോടി 7-8 കോടി രൂപയ്ക്ക് ഇറക്കിയ പടമാണ്. പക്ഷേ ഇത് അതിൻ്റെ 1200 കോടിയോളം കളക്ഷൻ നേടിയ പടമാണ്. പക്ഷെ പടം അത്യാവശ്യം പേടിക്കാനുണ്ടോന്ന് ചോദിച്ചാൽ ഭയങ്കര ഒന്നുമല്ല, പക്ഷെ എക്സ്പെക്ട് ചെയ്യുന്ന പോലത്തെ ഹൊറർ പടമല്ല. അത് ഒരു മാനിഫെസ്റ്റേഷനും ഒരു വിഷ് റിലേറ്റ് ചെയ്യുന്ന പടമാണ്. ആൻഡ് ഒരു 1.5 മണിക്കൂർ മാത്രമേ 40 മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ പടം. പക്ഷേ അവിടെ ഇവർ ആക്ടിങ് വൈസ് ഭയങ്കര അടിപൊളിയാണ്. പെണ്ണിന്റെ ക്യാരക്ടർ മിക്കെന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത ആ ഒരു ആക്ടറിന്റെ അഭിനയം വൈസ് അടിപൊളിയാണ്. ഓവറോൾ ഓക്കെ, പക്ഷെ അത്ര വർക്കായില്ല. ഓവറോൾ ഓക്കെയാണ്, പക്ഷെ അത്യാവശ്യം നൈസാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന തുടക്കം തൊട്ട് ഒടുക്കം വരെയുള്ള സംഭവമില്ല, അത്യാവശ്യം നൈസോടാ. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഫണ്ണായിട്ട് ജസ്റ്റ് ഇത്ര റിവ്യൂ ഒക്കെ പറഞ്ഞല്ലോ. അപ്പോൾ സാൻഡ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമായിരുന്നു അവൻ്റെ വിഷ് ചെയ്തു. ലാസ്റ്റ് അവർ ഫൈനലിൽ ആ വിഷ് കാണിക്കുന്നുണ്ട്, അവൾ ഒടിച്ചു വെച്ചത് ആ ടേബിളിന്റെ മുകളിൽ. പൊന്നു, ജസ്റ്റിനാണ് നമ്മളെ ഒബ്സെഷൻ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. അപ്പം നിനക്കെന്താ പറയാനല്ലേ ഇവന്റെ അടുത്ത്? എനിക്ക് പറയാനുള്ളത് നീതി ലഭിക്കണം. അതിൻ്റെ ഇടയിൽ ജസ്റ്റിൻ്റെ റിക്ലൈനർ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അപ്പം ചെയറിലിരുന്നായിരുന്നു ഇത്രയും നേരം പടം കണ്ടുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ എൻ്റർടൈനർ, ഡാൻസർ സാൻഡോ കുറച്ച് ഫണ്ണൊക്കെ നടത്തിയതിൻ്റെ ഇടയിൽ അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ കറങ്ങി തിരിഞ്ഞ് വീട്ടിലെത്തി. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ സിനിമയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഒന്നുമില്ല, ഡ്രസ് ചേഞ്ച് ചെയ്യുന്നു, ഉറങ്ങുന്നു.